ഉമ്മ എന്താടാ? ഉറങ്ങിയോ? ഇല്ല. എന്നാ രണ്ടാളും കൂടി ഒന്ന് പുറത്തു കയറി. നിങ്ങൾ കണ്ടിരിക്കുമ്മ. ഇപ്പൊ ഇരിക്കി. എന്താടാ? എന്താ? അതെ, എനിക്ക് പോകാൻ ഇനി 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. നാളെ മറ്റന്നാളായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. അതിന്റെ പുറമെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പെങ്ങന്മാരും കുട്ടികളും വന്നാൽ പിന്നെ ഒരു കാര്യം സംസാരിക്കാനും ഒഴിവിട്ടൂല. അതുകൊണ്ട് പറയാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കാന്ന് വെച്ചു. എന്താ ഇപ്പൊ അതിന് മാത്രം പറയാനുള്ളത്? ഒന്നുമില്ല, എനിക്കൊരു മനസമാധാനത്തിന് വേണ്ടിയാ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്നോർത്ത് രണ്ടാളും വിഷമിക്കരുതെന്നാ. ലക്ഷക്കണക്കിന് ആൾക്കാര് ഗൾഫിൽ പോകാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് ഞാനെന്നാണ് കൂട്ടിയാൽ മതി. ആചാര്യ തന്ന 1.5 ലക്ഷത്തില് 1.25 ട്രാവൽസ് കൊടുത്തു. ബാക്കിയുള്ളത് കൊണ്ട് കടങ്ങളൊക്കെ വീട്ടി. എനിക്ക് പോകാനുള്ള ഡ്രസ്സും ബാഗും ഒക്കെ വാങ്ങി. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതും വാങ്ങി. അതിൽ ബാക്കിയില്ലേ 3650 ഉറുപ്പ്യ ഇതാ ഉപ്പ കയ്യിൽ വെച്ചോളി. വേണ്ട, അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അല്ല, ദുപ്പാന്റെ കയ്യിലുന്നുണ്ട്. ഇത് അന്റെ കയ്യിൽ തന്നെ വെച്ച അനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അത്യാവശ്യത്തിന് 1000 ഉറുപ്പ്യ എന്റെ കയ്യിലുണ്ട്. തൽക്കാലം അത് മതി. പിന്നെ ഈ ബുക്കില് ഞാൻ കൊടുക്കാനുള്ള ചില ഇടപാടുകളുണ്ട്. ആചാര്യ അടുത്തുനിന്ന് 80,000 ബാക്കി കിട്ടാണ്ടല്ലോ. അത് കിട്ടിയ ഈ ഇടപാടുകൾ മുഴുവൻ തീർക്കണം. ഇതിൽ ചില ഇടപാടുകളൊക്കെ തന്നവരെന്നെ മറന്നിട്ടുണ്ടാവും, ചിലതൊക്കെ എഴുതി തള്ളിയിട്ടുണ്ടാവും. കുറെ കണക്കൊക്കെ ആളുകൾ ചോദിച്ചു മടുത്തു. എവിടെ നിർത്തി കൊടുക്കാനാ? ഏതായാലും അതൊക്കെ നമുക്ക് വീട്ടാം. ഇത്രയും വലിയ സംഖ്യ എങ്ങനെ കടണ്ടായതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. കൊറേ കാലായിട്ട് ഇപ്പൊ ഒരേലെ ചെലവൊക്കെ നടത്തുന്ന ഈയല്ലേ? ഞങ്ങളൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അപ്പൊ പിന്നെ കടമില്ലാണ്ടിരിക്കുന്ന എങ്ങനെ? ഇങ്ങനൊക്കെ ആയിട്ടും ഇത്രേ കടമുള്ളൂന്നാ എന്റെ അത്ഭുതം. ഏതായാലും ഈ കൊറേ ഭാരം വലിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ചെന്ന ഉടനെ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ എന്നെ അറിയിക്കണം. നിങ്ങൾ ഇവിടെ സുഖമായിട്ട് കൈയുണ്ടെന്ന് കേട്ടാലേ എനിക്ക് അവിടെ മനസ്സമാധാനം കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ പറഞ്ഞോളി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി ദുആർക്കാണ്. എനിക്ക് എന്റെ മോനോട് ഒരു വസിയത്തേ പറയാനുള്ളൂ. അവിടെ ചെന്നിട്ട് ഹലാലായ രീതിയിലെ പൈസ ഉണ്ടാക്കാവൂ. അതിപ്പോ കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല, അതിലേ ബർക്കത്തുണ്ടാവുള്ളൂ. ആ, ഈ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നതാണെന്ന് എനിക്കറിയാം. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര് ഗൾഫിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ പൈസ കൊണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണേക്കാട്ടും നല്ലത് ഒരു ചെറിയ ചെറ്റപ്പുരയാ. അതുകൊണ്ട് അർഹതയില്ലാത്ത 1 ഉറുപ്പ്യ പോലും അന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാവരുത്. അത് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. രണ്ടാളും കൂടി ഉറക്കം വയ്ക്കണ്ട, കിടന്നോളി. ആ, മോളെന്തിനാ കരയണ്? വാവേ, മോളു പന മോളി വന്നേ. വാടി മോളെ. ആ, പന പൊന്നിവിടെ കിടന്നു. വാടി പന പൊന്നിവിടെ. ആ, വാ ഓ വാ ഓ വാ. വല്യമാനെ കിട്ടിയപ്പോ കുട്ടിന്റെ കരച്ചിൽ നിന്നു. നിന്റെ ഈ മൗനത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കരച്ചിൽ പോലും കടിച്ചമർത്താൻ നീ പാടുപെടുകയാണല്ലേ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ കരയരുത്. ഒരിക്കൽ പോലും നിന്റെ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കില്ല. കരയിപ്പിക്കാനല്ല നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കുന്നത്. എനിക്ക് ആയുസുള്ളിടത്തോളം കാലം നിനക്കൊന്നിനും ഒരു കുറവും ഞാൻ വരുത്തൂല.
നോക്കുമോളെ, എന്റെ നെഞ്ചിനകത്ത് തീയാണ്. അത് നീ വീണ്ടും കത്തിക്കണം. നിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ. എനിക്കിനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതുവരെ നീ ഒന്ന് പിടിച്ചു നിൽക്ക്. കുറച്ചു കാലത്തേക്ക് നീ എല്ലാം ഒന്ന് സഹിക്കണം. വർഷത്തിൽ ലീവ് കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ചെറിയ വീടും ജീവിക്കാനുള്ള ഒരു വരുമാനവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഗൾഫിൽ നിൽക്കില്ല. ആ തീരുമാനം ഉറച്ചതാ. ഈ അവസ്ഥയിൽ ഇവിടെ തന്നെ നിന്നാ ആളുകൾക്കിടയിൽ അഭിമാനം പണയം വെക്കേണ്ടി വരും. പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? എല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാ. അത് മതി. അങ്ങനെ വേണം. നമ്മുടെ മക്കള് വളർന്നു വരുമ്പോ ഗതിയില്ലാത്തവരാകരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നിന്റെ കയ്യിലാ. പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അളിയനോട് പറഞ്ഞാൽ മതി. അളിയൻ പ്രത്യേകം ഏൽപ്പിച്ചതാ. പിന്നെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു കത്തെങ്കിലും അയച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ നീ മറുപടി എഴുതണം. വിശേഷങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ എഴുതണം. പറഞ്ഞ കണക്കനുസരിച്ച് നോക്കിയാ ചെലവൊക്കെ കഴിച്ച് 15,000 രൂപയെങ്കിലും മാസത്തിൽ ബാക്കിയുണ്ടാവും. സൈഡായിട്ട് വേറെയും ജോലി ചെയ്താൽ മാസത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. ഏതായാലും ഞാൻ മടങ്ങി വരുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്കായിരിക്കും. വീടിന്റെ ഫിനിഷിംഗ് പണിയൊക്കെ സാവധാനത്തിൽ തീർക്കാം. 2 ദിവസം